എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ തായ്ലൻഡിലെ ആങ്ഷൻ സിറ്റി കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ നൈറ്റ് മാർക്കറ്റും അതൊക്കെയാണ്. ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഇന്ന് സെക്കൻഡ് ഡേ. നമ്മൾ ഇന്ന് പോകുന്നത് ആൻഷ്യൻ സിറ്റി കാണാനാണ്. നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് 7-Eleven ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സും വാങ്ങിയിട്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തില്ല, തൊട്ടടുത്തായതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അടുത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതായിരുന്നു പ്ലാൻ. ഇത് നമ്മൾ ഹോട്ടലിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഷോപ്പിലെത്തി. ഇവിടുത്തെ അത്യാവശ്യമുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. റൈസ് ആയാലും കിട്ടുന്നുണ്ട്, പിന്നെ സാൻഡ്വിച്ച്, സോസേജ് സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ മാംഗോ കട്ട് ചെയ്തിട്ട് കിട്ടും. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് 7-Eleven കിട്ടും. ഇത് 24 hours ഓപ്പൺ ആണ്. ഇനി നമ്മൾ മെട്രോയിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് BTSൽ പോകുന്നത്. കുറച്ച് ഫാമിലി ആയിട്ട് പോകാൻ പറ്റാത്ത ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ സൈഡിലുള്ളത്. പ്രശ്നമില്ല, ഏരിയ വെച്ചാൽ പോകാൻ പറ്റാത്തതല്ല, ബാച്ചിലേഴ്സിനൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് ഏരിയ ഇത്. അങ്ങനെ നമ്മളിപ്പോൾ BTSലോട്ട് നടക്കുകയാണ്. ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ടാക്സിയൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, വരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ പൈസ നന്നായിട്ട് അവർ ചാർജ് ചെയ്യും. നമ്മൾ ഗ്രാബ് അങ്ങനത്തെ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ചാർജിൽ അങ്ങനെ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ BTSൽ കയറുവാണ്. നമ്മൾ മെട്രോയിൽ കയറി. ഇപ്പം നമ്മൾ കേഹയെന്നാണ് കയറിയത്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. 1 hour എടുക്കും. നമ്മൾ 1 hour കൊണ്ട് കേഹ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു 50 minutes ടാക്സി ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ ആൻഷ്യൻ സിറ്റിയിൽ ഇപ്പോൾ എത്തി. ആൻഷ്യൻ സിറ്റിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഔട്ട്ഡോർ മ്യൂസിയമാണിത്. പിന്നെ ഇവിടെ തായ്ലൻഡിൽ 116 ഫേമസ് ആയിട്ടുള്ള മോണുമെൻറ്റ്സ് കാണാനുണ്ട്. പിന്നെ വേറെ കുറേ ആർക്കിടെക്ചർ സ്ട്രക്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് വെറുതെ മടങ്ങിപ്പോയി നല്ലൊരു ഫീൽ ഉണ്ടാവില്ല, അത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. 7,000 എത്ര ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചീപ്പായിട്ട് വരാൻ പറ്റി. നമ്മൾ trip.com അല്ലെങ്കിൽ ക്ലൂക്കിയിൽ ഏതോ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് റേറ്റ് അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നടന്നിട്ടൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. പക്ഷേ അത് ഈ ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്, ചൂട് ഉള്ളത് കൊണ്ട്. പിന്നെ അവർ സൈക്കിള്, ട്രാം, പിന്നെ ഗോകാർട്ട് അല്ല വേറൊരു ടൈപ്പ് വെഹിക്കിൾ ഉണ്ട്, പേര് മറന്നുപോയി. അപ്പോൾ അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിനൊരു ചാർജ് കൊടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്തത് ട്രാം ആയിരുന്നു. 4 സ്റ്റേഷൻസ് പറയും, അവരുടെ ഫേമസ് ആയിട്ടുള്ള 4 സ്റ്റേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി ഒരു 1 hour അവർ ടൈം തരും. നമുക്ക് ചുറ്റിക്ക് ഇറങ്ങി കാണാം, ഫോട്ടോസ് എടുക്കാം. ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ ശരിക്കും ഒരു ടൈം പോയി എന്നൊരു ഫീലില്ല, നല്ലൊരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പോൾ. നമ്മളൊരു ട്രിപ്പിന് വരുമ്പോൾ 3-4 days ആയിരിക്കും വരിക. പക്ഷേങ്കിൽ ഒരു സ്ഥലവും കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ആൻഷ്യൻ സിറ്റിയിൽ വന്നാൽ തായ്ലാൻഡിലെ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള എല്ലാ മോണുമെൻറ്റ്സും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്പൺ ബസ്സിലും പോകുന്നത്. അതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ ഫോട്ടോസിന് നമുക്ക് നല്ല സ്പോട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അടിപൊളി സ്ഥലമാണ്. ഇവിടെ തായ്ലാൻഡിൽ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആൻഷ്യൻ സിറ്റി വിസിറ്റ് ചെയ്യണം.
കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും. ഇവിടെ ചെറിയ ഷോപ്പും കാര്യമൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ക്യാപ്പ് അങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പോലെയുണ്ട്, രാജാവിൻ്റെ ഫോട്ടോ വെച്ച പോലെയുണ്ട്. അപ്പുറം ചെറിയൊരു കുളലായിട്ട് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെമ്പിളോ അങ്ങനത്തെ എന്തെല്ലോ അതൊന്നും സംഭവം ഇവിടെ ആക്കിയിട്ടില്ല. ഇവിടെ വന്ന എല്ലാം നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. വേറെ ഇതിനായിട്ട് പ്ലേസിൽ പോകണ്ടെന്നുള്ള ഉദ്ദേശത്തിലാക്കിയതായിരിക്കും. നമ്മൾ വേറെ ടെമ്പിൾ മോഡലിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. വെള്ളത്തിലാണ് ഫുള്ളില്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീക്കെൻഡ് മാർക്കറ്റ് പോകാനുണ്ടായിരുന്നു. നമ്മൾ റൂമിന് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അടുത്തത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിചാരിച്ചത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ എത്തിപ്പെടാനുള്ള ട്രാഫിക് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലേറ്റായിട്ടായിരുന്നു എത്തിയത്. ഏകദേശം ഓരോ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഫുഡ് മസാജിന് ആൾക്കാർ നമ്മൾ വിളിച്ചു കൊണ്ടുപോയി. അതിന് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഫുഡ് മസാജൊക്കെ ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മസാജിന് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തോന്നി. കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വിഡായിരുന്നു കഴിച്ചത്. എനിക്കത് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ചേട്ടൻ ഒരു പീസായിരുന്നേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിക്കാൻ പേടിയായിരുന്നു. സെൻസിറ്റീവായിട്ടുള്ള സ്റ്റൊമക്കാണ്. അപ്പോൾ ഇഷാനും ടേസ്റ്റ് ചെയ്തതിനായിരുന്നു. അവരും ഓക്കെ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ച് റൂമിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫുക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.